ുമായി ബന്ധപ്പെട്ട ഒരു 20 ക്വസ്റ്റ്യനുകൾ നമുക്കിന്ന് പരിചയപ്പെടാം. സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ആകാശ ഗംഗ എന്നാണ് നമ്മൾ പറയുന്നത്. ശരീരത്തിൽ സൂര്യപ്രകാശത്തിലെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി അല്ലേ. വിറ്റാമിൻ ഡി ആണ് ശരീരത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ നിർമ്മിക്കപ്പെടുന്നത്. ഒരു തരുണാസ്ഥി മത്സ്യമാണ് സ്രാവ്. മസ്ക ഡൊമാസ്റ്റിക്ക താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഈച്ചയുടെ ശാസ്ത്രീയ നാമമാണ് ഏത്? മസ്ക ഡൊമാസ്റ്റിക്ക. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അപ്പോൾ ആഗ്നേയ ശിലകൾ എന്നാൽ പ്രാഥമിക ശിലകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. മനുഷ്യ ശരീരത്തിലെ പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം. അലസവാതകങ്ങൾ ഉൾപ്പെടാത്തത് ഹൈഡ്രജനാണ്. അലസവാതകങ്ങളിൽ ഉൾപ്പെടുന്നത് ഹീലിയം, ക്രിപ്റ്റോൺ, ആർഗൺ എന്നിവയാണ്. ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗമാണ് ഭീമൻ ഉറുമ്പുതീനി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. കോശശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന CO2 രക്തത്തിലെത്തുന്നത് എങ്ങനെയാണ്? ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് രക്തത്തിൽ എത്തുന്നത്. PPLO എന്ന ഏകകോശജീവി ഏതു വിഭാഗത്തിൽ പെടുന്നു? മൈക്കോപ്ലാസ്മ വിഭാഗത്തിലാണ് PPLO എന്ന ഏകകോശജീവി വിഭാഗത്തിൽ പെടുന്നത്. അൽക്കഹരിത് ഏതു പച്ചക്കറിയുടെ ഇനമാണ്? പാവൽ. സാർക്കോമ ശരീരത്തിലെ ഏതു ഭാഗത്താണ് ഉണ്ടാകുന്ന ക്യാൻസറാണ്? അസ്ഥിയിലാണ്. എന്താണ് സാർക്കോമ എന്ന ക്യാൻസർ അസ്ഥിയിലാണ് ഉണ്ടാകുന്നത്. മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്? 23/2 ഉത്തരായന രേഖ. 23.5 ഉത്തരായന ഡിഗ്രി സെൽഷ്യസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇല ഉപയോഗിച്ച് പ്രത്യുൽപാദനം നടത്തുന്ന ചെടിയാണ് ഇലമുളിച്ചി. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവി. സസ്യഭാഗങ്ങൾക്ക് കാഠിന്യം നൽകുന്ന നിർജീവ കലയാണ് സ്ക്ലെറൽ കൈമ. ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഫെർമി. ധാന്യകം ഏതു രൂപത്തിലാണ് സ്ലീവ് നാളിലൂടെ നീങ്ങുന്നത്? സൂക്രോസ് രൂപത്തിലാണ് നീങ്ങുന്നത്.